ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ അഡ്വാൻസായിട്ട് ഹാപ്പി വിഷു പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ എല്ലാവർക്കും നമസ്കാരം പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ കണിയൊരുക്കുന്നതാണ് കേട്ടോ. കണി എങ്ങനെ ഒരുക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കണി ഒരുക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് അതിനുള്ള സാധന സാമഗ്രികളൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് കണി ഒരുക്കുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ഇത് ഉപകാരപ്പെടുമായിരിക്കും. ഞാൻ മുന്നേ വിശദമായ കണി വെക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിതിൽ ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു മഞ്ഞ പട്ട് ടേബിളിൽ വിരിച്ചിട്ട് കൃഷ്ണനെയാണ് ആദ്യം റെഡിയാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വിരിക്കുന്ന മുതലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നത്തെ വർഷങ്ങളിലൊക്കെ ചെയ്തത്. അപ്പോൾ അതിലതൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷ്ണനെ നല്ല ഭംഗിയായി ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ആദ്യം റെഡിയാക്കുക ചെയ്തത്. കൃഷ്ണൻ്റെ അലങ്കാരങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയെന്ന് കേട്ടോ. നല്ല മഞ്ഞ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കമ്മൽ, വള, മാല, കിരീടം എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു ഓടക്കുഴലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൃഷ്ണൻ നല്ല സുന്ദരക്കുട്ടപ്പനായി. അപ്പോൾ എപ്പം കണി കാണുമ്പോൾ നമ്മൾ കൃഷ്ണനെ കണി കാണണമെന്നല്ലേ പറയാം. അപ്പോൾ അഥവാ കൃഷ്ണൻ്റെ പ്രതിമ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയാലും മതി കേട്ടോ. ഇന്നേ പറഞ്ഞാൽ ഇന്ന് 10-ാം തീയതി അല്ലേ, ഇന്നേ പറഞ്ഞാൽ 13-ന് രാത്രിയല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കങ്ങ് ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വേണിക്കാൻ പറ്റും. കേരളത്തിന് പുറത്തുള്ളവർ, നാട്ടിലെ അവർക്കൊന്നും ഞാൻ ഈ കണി വെക്കുന്നതൊന്നും കാണണമെന്നില്ല. നാട്ടിലെല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. എല്ലാ വീടുകളിലും മിക്കവാറും കണിയൊക്കെ വെക്കുകയും ചെയ്യും. ഈ കേരളത്തിന് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരാണ് സാധനങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കണി വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് വെക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണനെ ഒരുക്കി വെച്ചു. പിന്നെ ഞാൻ ഇതുപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ ഞാൻ ആട്ടയൊക്കെ കുഴക്കുന്ന ഒരു വലിയ പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ഞാൻ ഇത് കക്കിരിക്ക വെച്ചിരിക്കുന്നത്. കണിവെള്ളരിക്ക വെക്കേണ്ടത്. പക്ഷേ ഞങ്ങൾക്കിവിടെ കണിവെള്ളരിക്കൊന്നും എപ്പോഴൊന്നും കിട്ടൂല. മലയാളി സ്റ്റോറിൽ നിന്നൊക്കെ പിന്നെ കൊണ്ടുവരണം. അല്ലാണ്ട് ഇവിടെ താമസിക്കുന്നതിൻ്റെ അടുത്തൊന്നും മലയാളി സ്റ്റോറില്ല. അപ്പോൾ ഞാൻ വെള്ളരിക്കൊക്കെ പകരം ഞാൻ കക്കിരിക്ക വെച്ചു. പിന്നെ ഉടച്ച നാളികേരം വെച്ചിട്ട് അതിൽ ഓരോ കോയിനും വെച്ച് കൊടുത്തു കേട്ടോ. വെറുതെ എങ്കിലും നമ്മൾ ഉടച്ച നാളികേരം ഇതുപോലെ തുറന്ന് വെക്കില്ല എന്ന് പറയും. അതുകൊണ്ട് അതിലോരോ കോയിനും വെച്ചു. എൻ്റെ വീട്ടിലൊന്നും ഇതുപോലെയല്ല കണി ഒരുക്കുന്നത് കേട്ടോ. തേങ്ങയൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് അതുപോലെ ഇങ്ങനെ ഞങ്ങൾ എരന്ന് കൂട്ടിക്കെട്ടുകയെന്ന് പറയും. അതിൻ്റെ നാര് വലിച്ച് കൂട്ടിക്കെട്ടിയിട്ടൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തായത് കാരണം ഞാൻ എൻ്റേതായ രീതിയിൽ കണി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു തളികയിൽ പച്ചരി വെച്ചു, ഉണക്കലരി എന്നൊക്കെ പറയും. അതിൽ വെള്ളി നാണയവും സ്വർണ്ണ നാണയമൊക്കെ വെക്കും, കോയിനൊക്കെ വെക്കും കേട്ടോ. പിന്നെ ഇത് കണ്ട സാരി, ഇത് കോട്ടൻ്റെ ഒരു പുതിയ സാരിയാണ്. അപ്പോൾ പുതുവസ്ത്രം നമ്മൾ കണി കാണണം എന്ന് പറയും. പിന്നെ അതിൻ്റെ മേലെ ഒരു ബുക്ക് കണ്ട സായിബാബയുടെ ഒരു ഗ്രന്ഥം വെക്കണം എന്ന് പറയും, നമ്മൾ പുസ്തകം വെക്കണം എന്ന് പറയും. അപ്പോൾ അത് രാമായണം, മഹാഭാരതം അതൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. അതൊക്കെ എനിക്ക് വാങ്ങണം. അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഒരു സായിബാബ ഭക്തിയും കൂടി ആയ കാരണം സായിബാബൻ്റെ വ്രത് കഥ എന്ന് പറയുന്ന ബുക്കാണത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സങ്കല്പത്തിൽ വെച്ചാൽ മതി. സെയിം സാധനങ്ങൾ വേണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വാൽക്കണ്ണാടി വേണമെന്ന് പറയുമ്പോൾ വാൽക്കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഇല്ല കണ്ണാടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ വീട്ടിലൊന്നും ആപ്പിളും കാര്യങ്ങളൊന്നും വെക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ ആപ്പിള്, മുന്തിരി, മാങ്ങ അതൊക്കെ വെച്ചു. പിന്നെ വിളക്ക് ഞാൻ എപ്പോഴും കത്തിക്കുന്ന വിളക്ക് തന്നെയാണിത്. ഒരു ചെറിയ വിളക്കാണ്, ഒരുപാട് വലിയ നിലവിളക്കൊന്നുമില്ല. ഇവിടെ ഇല്ല എൻ്റെ അടുത്ത്. ഞങ്ങൾ ഇതുവരെ ഇത്രയും വലിയൊരു നിലവിളക്കൊന്നും വാങ്ങിയിട്ടുമില്ല. ഇടയ്ക്കിടെ ട്രാൻസ്ഫറായിട്ടൊക്കെ പോകുന്ന കാരണം നമ്മളൊരു മിതമായ വിളക്കൊക്കെയാണ് കൊണ്ട് നടക്കാറ്. അപ്പോൾ അതിൽ പിന്നെ
നെയ്യ് ഒഴിച്ചാലും മതി കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഞാൻ ആദ്യം കത്തിക്കുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കത്തിക്കുമ്പോൾ എളുപ്പം കത്താൻ വെളിച്ചെണ്ണയാണ് നല്ലത്. നെയ്യ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് എണ്ണ തീരൂല കേട്ടോ. അപ്പോൾ ഞാൻ 5 തിരിയിട്ടിട്ടാണ് കത്തിക്കുന്നത്. 5 തിരിയിട്ട് റെഡിയാക്കി വെക്കുവാന്ന് കേട്ടോ. അപ്പോൾ 13-ാം തീയതി രാത്രി കണി ഒരുക്കുന്ന മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ജ്യോതിഷന്മാരെ, നല്ല പേര് കേട്ട നല്ല ആൾക്കാരതാ പറയുന്നത്. അവരുടെ ചാനലിലൊക്കെ അവർ ആ മുഹൂർത്തമൊക്കെ പറയട്ടെ. ആ സമയത്ത് തയ്യാറാക്കി വെച്ചാലും മതി. ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യുന്നത്. അവരൊരു സമയം പറയും, ഇത്ര സമയത്തിന് ഉള്ളിൽ ഇത്ര സമയം തൊട്ട് എന്നൊക്കെ പറയും, കണി ഒരുക്കാൻ പറയും. അങ്ങനെയാണ് ഞാൻ കണി ഒരുക്കി വച്ചത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കിടക്കുന്നതിന് മുന്നേ ഒരുക്കി വെച്ചാലും മതി. ഞാൻ കുളിച്ച് അലക്കിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കണി ഒരുക്കി വെക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പുലർച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് കുളിച്ചിട്ടല്ല കണി കാണുന്നത്. കണ്ണിൽ വെള്ളം തൊട്ട് നനച്ച് കാലിൻ്റെ മടമ്പിലും വെള്ളമാക്കി കൈ കഴുകി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, കണി വെക്കുന്നത്. ഇതൊക്കെ എൻ്റെ മാത്രം രീതികളാണ് കേട്ടോ. ഇതെല്ലാം പാരമ്പര്യമാണെന്നോ ശരിയാണെന്നതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ വെക്കുന്നു. എനിക്കതിനുള്ള സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി സമാധാനവും സർവ്വവിധ ഐശ്വര്യവും ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സോടെ എന്ത് കാര്യവും ചെയ്യുമ്പോൾ, ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. അതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. മനസ്സോടെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ. അപ്പോൾ പഞ്ചങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നല്ല വെക്കുന്നത്. ഞാൻ 5 തരം ധാന്യങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കിണ്ടിയിൽ വെള്ളമാണ് നമ്മളെ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കിണ്ടി നാട്ടിലുണ്ട്. പിന്നെ പക്ഷേങ്കിൽ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്രയിൽ വീടെടുത്തപ്പോൾ അവിടെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമല്ലോ, അതൊക്കെയുണ്ട്. പക്ഷേ അത് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല. പിന്നെ അത് നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ ഇവിടെ താമ്പ്യ എന്നൊക്കെ പറയുന്ന ഒരു പാത്രം കണ്ടില്ല, അതിലാണ് ഞാൻ വെള്ളം വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചന്ദനത്തിരിയെല്ലാം ഞാൻ കുത്തിവെച്ച് എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ തീപ്പെട്ടി ഞാൻ കിടക്കുന്ന കൈയെത്തുന്ന സ്ഥലത്ത് വെക്കും. എന്നിട്ട് ആ തീപ്പെട്ടി എടുത്തിട്ട് പോവും. വെള്ളവും ആ ഒരു സ്ഥലത്ത് വെക്കും. ഞാൻ കണ്ണടച്ച് തന്നെ, അത് എനിക്ക് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് പ്രാക്ടീസ് എന്നിട്ടാ. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം തൊട്ട് കണ്ണിലും ഇതും ആക്കി അങ്ങനെ കണ്ണി ചിമ്മി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ തീപ്പെട്ടി ഉരച്ച് ആ ലൈറ്റിന് കത്തുമ്പോൾ തന്നെ ഞാൻ ഈ കണി സാധനങ്ങളെ കാണുന്നത്. അങ്ങനെയാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഒരു അതിശയമായിട്ട് തോന്നുമായിരിക്കും. പിന്നെ ഈ ഭഗവാന്മാരെ ഫോട്ടോയിൽ ഇത് മൂകാംബിക ദേവി, സുബ്രഹ്മണ്യൻ, കോലാപ്പൂർ മഹാലക്ഷ്മി, തിരുപ്പതി ഭഗവാൻ, അങ്ങനെയില്ല. ഞങ്ങളെ പൂജാമുറിയിലെ എല്ലാ ഫോട്ടോസും ഞങ്ങൾ കണി കാണുന്ന സ്ഥലത്ത് വെക്കോട്ടെ. പൂജാമുറിയിൽ തന്നെ കണി വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വിശദമായിട്ട് വെക്കേണ്ടതുകൊണ്ടാണ് ഞാനൊരു ടേബിൾ കാലിയാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്വർണവും പൈസയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ അടുത്ത് എത്രയാണ് ഉള്ളത് അത്രയും വെക്കണം. അല്ല ഇല്ലെങ്കിൽ നമ്മളത് വെക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. പൈസയൊക്കെ പിന്നെ പിറ്റേ ദിവസം മുതൽ നമ്മൾ ആവശ്യത്തിന് ചിലവാക്കാമല്ലോ. പക്ഷേങ്കിൽ നമ്മൾ കണ്ണ് നിറയെ പൈസയൊക്കെ കാണണം. 2000-ൻ്റെ നോട്ടൊക്കെ ഉള്ള സമയത്ത് ഞാൻ അതാ വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വെക്കേണ്ടതുകൊണ്ട് ശ്രീയേട്ടൻ തലേദിവസം തന്നെ പൈസ ATM നിന്ന് എടുത്തിട്ട് കൊണ്ടുത്തരും കണി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ നിറച്ചും പൈസ വെക്കും. അങ്ങനെ സ്വർണ്ണമാണെങ്കിലും എൻ്റെ അടുത്ത് ഇല്ലത് ഞാൻ വെക്കും. അപ്പോൾ ഇതെന്തിനാണ് വെക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കണി കണ്ട ആ ഒരു പൊലിമ, ആ ഒരു സ്വർണവും പൈസയൊക്കെ നമുക്ക് ആ വർഷം മുഴുവൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. അതെൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെ അറിയുമ്പോഴെങ്കിലും ആൾക്കാർക്ക് കണി ഇതുപോലെ നല്ല ഭംഗിയിൽ വെക്കണം, കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഈ നമ്മൾ പഴവർഗ്ഗങ്ങൾ വെക്കുമ്പം നമ്മളെവിടെയാണോ താമസിക്കുന്നത് അവിടെ കിട്ടുന്ന നമുക്കിഷ്ടപ്പെട്ട പഴങ്ങളൊക്കെ നമുക്ക് കണി കാണാൻ വേണ്ടി വെക്കാം. ഞാൻ പിന്നെ എൻ്റെ വീട്ടിലൊന്നും ആപ്പിള് മുന്തിരി അതൊന്നും വെക്കില്ല കേട്ടോ. ചക്ക, മാങ്ങ, തേങ്ങ, കോവക്ക അതൊക്കെ വെക്കുന്നത്. ഞങ്ങൾക്കിവിടെ കോവക്ക കിട്ടിയില്ല, കണിവെള്ളരി കിട്ടിയില്ല, കണിക്കൊന്ന പോലും കിട്ടിയില്ല. എന്നാലും മറ്റേ ഒരു സിനിമയിലെ ദിലീപ് പറയുന്ന ഡയലോഗ് പോലെ വിടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നാലും ഞാൻ കണി കാണുമെന്നുള്ള രീതിയിലാണ് ഞാൻ കണി വെക്കുന്നത്. അപ്പോൾ പിന്നെ അത് കാണാനും നല്ല നിറവോടെ
നല്ല ഭംഗിയിൽ നമ്മുടെ അടുത്ത് ഇല്ല സംഭവങ്ങൾ നല്ല ഭംഗിയിൽ വെച്ചിട്ട് കണി കാണണം. അതും നമ്മൾ കണി കാണാൻ ഇങ്ങനെ കൊച്ചുങ്ങളെയൊക്കെ കണ്ണ് പൊത്തി കൊണ്ടുവരുമ്പോൾ തന്നെ കൊച്ചുങ്ങളോട് പറയണം ആദ്യം നമ്മൾ പിന്നെ കൃഷ്ണനെ നോക്കി വിളക്ക് നോക്കി ഓരോ ഫ്രൂട്ട്സും എല്ലാം കുട്ടികളെ പറഞ്ഞ് കാണിക്കണം. ഓരോ ഭഗവാന്മാരെയും സ്വർണവും വെള്ളിയും പൈസയും എല്ലാം ഓരോന്നും പറഞ്ഞ് കുട്ടികൾ വെറുതെ കണ്ണൂർന്നൊന്ന് കണി കണ്ട് പോകാൻ വിടാൻ പാടില്ല. ഉറക്കത്തിൻ്റെ സമയത്ത് ഇപ്രാവശ്യം 4:20 തൊട്ട് 5:20 വരെ ആണെന്നാണ് പറയുന്നത് കേട്ടത്. നിങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് മറ്റേ മൊബൈൽ അവിടെ വെച്ചതാണ്. ഒരു കണക്കിന് മൊബൈൽ നമ്മൾ കണി കാണണമല്ലേ. മൊബൈലില്ലാഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഈ കൃഷ്ണൻ്റെ പ്രതിമയോ അങ്ങനെ ഇല്ലാത്തവർ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ഒരു ചെറിയൊരു ഫോട്ടോ എങ്കിലും അവിടെ വെക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും കണി കാണുന്നേരം കമലാനേത്രനെ എന്നല്ലേ പാട്ട് തന്നെ. അപ്പോൾ കമലാനേത്രനെ കാണണ്ടേ നമുക്ക് ആദ്യം തന്നെ. അതുപോലെ ചന്ദനത്തിലേക്ക് ഞാൻ തലേദിവസം തന്നെ കുത്തിവെച്ച് എല്ലാം റെഡിയാക്കി ഞാൻ വീഡിയോ എല്ലാം എടുത്തതിന് ശേഷമാണ് ഓരോരാളെ കൊണ്ടുവന്ന് കണി കാണിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തതാണിത്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തൊഴുത് നിൽക്കുന്നൊക്കെ കാരണം പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുത് നിന്നതാണ് കേട്ടോ. അത് ഇതിന് മുന്നത്തെ പ്രാവശ്യത്തെ വിഷുക്കണീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി ഞാനത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മോള് വന്നില്ല, ആ സമയത്ത് എക്സാമൊക്കെ ആയിരുന്നു, വന്നില്ല. നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനതിന് റിപ്ലൈ ഇടാം. അപ്പോൾ ഞാൻ വിഷുക്കണി ഒരുക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ വേറെ എന്നാ പറയണ്ടേ, ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഞാൻ വെച്ച സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കാണുമ്പോൾ കാണുമല്ലോ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ഓക്കെ.